ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് വെനസ്വലയാണ് ബ്രസീലിനെ സമനിലയിൽ തളച്ചത്. മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. വെനസ്വലയിൽ നടന്ന മത്സരത്തിന്റെ 43-ാം മിനിറ്റിൽ ബ്രസീൽ ലീഡെടുത്തു. റഫീനിയോയുടെ ഫ്രീ കിക്ക് ഗോളാണ് ബ്രസീലിനെ മുന്നിലെത്തിച്ചത്. എന്നാൽ രണ്ടാം പകുതി തുടങ്ങിയതും വെനസ്വല മത്സരത്തിലൊപ്പമെത്തി. സാവറിനോയുടെ അസിസ്റ്റിൽ ബോക്സിന് പുറത്തു നിന്നെടുത്ത ഷോട്ടിലൂടെ ടെലസ്കോ സഗോവിയ പന്ത് വലയിലെത്തിച്ചു. തുടർന്ന് ബ്രസീലിന് മുന്നിലെത്താനുള്ള സുവർണ അവസരം. 59-ാം മിനിറ്റിൽ വെനസ്വല കീപ്പർ വിനീഷ്യസിനെ വീഴ്ത്തിയതിന് ബ്രസീലിന് പെനാൽറ്റി. എന്നാൽ വിനീഷ്യസ് എടുത്ത പെനാൽറ്റി വെനസ്വല കീപ്പർ തട്ടിയകറ്റി. റീബൗണ്ടിൽ ഗോളടിക്കാനുള്ള അവസരം വിനീഷ്യസ് പുറത്തേക്കടിക്കുകയും ചെയ്തു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 67% ബോൾ പൊസിഷൻ ബ്രസീലിനായിരുന്നു. 13 ഷോട്ടുകളാണ് ബ്രസീൽ ആകെ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 438 പാസുകൾ 83% കൃത്യതയോടെ ബ്രസീൽ പൂർത്തിയാക്കി. 12 ഷോട്ടുകളാണ് വെനസ്വല തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 213 പാസുകൾ 77% കൃത്യതയോടെ വെനസ്വല പൂർത്തിയാക്കി. സമനിലയുടെ ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ പട്ടികയിൽ 11 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായി ബ്രസീൽ 3-ാം സ്ഥാനത്തെത്തി. 12 പോയിന്റുള്ള വെനസ്വല 7-ാം സ്ഥാനത്താണ്. നവംബർ 20-ന് ഉറുഗ്വേക്കെതിരെയാണ് ബ്രസീലിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.